ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ടുഡേയ്സ് മൺഡേ വ്ളോഗ് തരാം കേട്ടോ. ഒരു മിനിറ്റ്. കണ്ടോ, മരം വീണ്, പ്ലാവ് വീണു, വഴി ബ്ലോക്ക്. ഇന്നത്തെ മഴയിലുണ്ടായതാണ്. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് ഒരു സൈഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുട്ടിനെ നമുക്ക് ഉണക്കപ്പയർ കുത്തി വെച്ചതാണ് കേട്ടോ. കടലയല്ല, ഉണക്കപ്പയറാണ്. നമുക്ക് ഇഷ്ടമാണ്, കുഴപ്പമില്ല. പിന്നെ ചെറുപയർ, അതൊക്കെ പുട്ടിന് നല്ല കോമ്പിനേഷനുണ്ട്. ഇനി ഉച്ചയ്ക്ക് ഇതാ കറി അല്ല, ചോറ് ആയിട്ടുണ്ട്, ആയിക്കൊണ്ടിരിക്കുന്നു. ദെൻ ഈ കറി എന്തെങ്കിലും നോക്കണം. ഉപ്പേരി അല്ലെങ്കിൽ ചമ്മന്തിയിൽ അവസാനിപ്പിക്കാൻ ചേർക്കുന്നു കേട്ടോ. ഇവിടെ പുട്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സോ ഞാൻ ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണേ. ഞാൻ പൊട്ടാറ്റോ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് വേവിക്കാൻ പോവാം. അതിനുശേഷം വേണം സവോളയൊക്കെ ഇട്ട് വഴറ്റി മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. ഉച്ചയ്ക്ക് ഇന്ന് എന്താ പറയുക, മെഴുക്ക് പുരട്ടിയാണ്. അതുപോലെ തന്നെ ഉണക്കപ്പയർ കുത്തി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറച്ച് എന്തെങ്കിലും ചമ്മന്തി വരും, നാളികേര ചമ്മന്തി വരും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ലഞ്ചിൻ്റെ കാര്യം ഓക്കെയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, അപ്പോൾ എന്താ, അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ. കാലത്ത് നിങ്ങൾ കണ്ടില്ലേ മരം അവിടെ വീണെടുക്കുന്നത്, അത് മുറിക്കാനായിട്ട് അവിടെ ആൾക്കാർ വന്നിട്ടുണ്ട്. കറണ്ട് ഉണ്ട്, ആ കമ്പിയൊക്കെ പൊട്ടി കിടക്കണേ, അപ്പോൾ അതൊന്നും ശരിയായിട്ടുമില്ല. നമുക്ക് കറണ്ട് ഉണ്ട് എന്തായാലും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കറണ്ട്. സമയം 1 മണി ആവാൻ പോകും. ആ നേരത്താണ് ഞാൻ ഇത് ചെയ്യാൻ പോണേ, മെഴുക്ക് പുരട്ടി വയ്ക്കാൻ പോകുന്നുള്ളൂ. ഞാൻ കുറേ നേരം ഇങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നേരം പോണതാണ്. കുറച്ച് വെള്ളം കൂടി വയ്ക്കാം. ഇത് കുക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ടായിട്ടുണ്ട്, എല്ലാവരും കാണാം. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവും, വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാര്യമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. ഇവനാദ്യം ചെരുപ്പ് വാങ്ങിക്കാം, പിന്നെ അപ്പോൾ അവിടെ തന്നെ മൂലൻസിന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോരാം. മറ്റേ എവിടെ ഉണ്ടാവില്ലേ, ലക്ഷ്മിയിൽ go and buy the pani puri and bring it. ഇപ്പം ആയിട്ടില്ലല്ലോ, ആവുമ്പോൾ ദിൽസെ ദബേൽ. Guys, we having the pani puri. ഇവിടുത്തെ പാനിപ്പൂരി ഭയങ്കര ഇഷ്ടം. How is the pani puri, guys? Guys അല്ല, അനു അടിപൊളി. So this is a pani puri. It's very sweet and little bit spicy. നമുക്ക് ഒരു ചാലഞ്ച് ചെയ്യാം. നമ്മുടെ സബ്സ്ക്രൈബർ 24 hour, നമ്മുടെ സബ്സ്ക്രൈബറിന്റെ കൂടെ 24 hour നമ്മുടെ സബ്സ്ക്രൈബറിന്റെ കൂടെ. നിനക്കെന്താ വട്ടുണ്ടോ? അവർക്ക് കൊടുക്കണം പറ്റും. നീ ഇത് കഴിച്ചേ അല്ലെങ്കിൽ 1 hour.
പാനിപൂരി കഴിച്ച ഡാൻസ് കളിക്കണമെന്നുണ്ടോ? സോ ഗായ്സ്, അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ എന്താണ്, കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അതായത് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാണ്ടായിരുന്നു, പാല്, തൈര്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായി. അതുപോലെ തന്നെ അനുവിന് സ്കൂൾ ഷൂ വാങ്ങിക്കാണ്ടായി, സോക്സ് വാങ്ങിക്കാണ്ടായി, അങ്ങനെ ഒരുപാട് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാനിപൂരി അത് കഴിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് പോയത്. പാനിപൂരി കഴിച്ചു. ഞങ്ങൾ ഇടയ്ക്ക് പോകുന്ന ഒരു ഇതാണ് മൂലൻസ് സൂപ്പർ മാർക്കറ്റിൻ്റെ കൂടെ ഈ ഒരു സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടുത്തെ പാനിപൂരി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ബൈ ബൈ.